ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയതിന് പിന്നിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തുറന്ന് സമ്മതിച്ച CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ആനുകൂല്യങ്ങൾ മുടങ്ങിയത് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നും സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്നും എം വി ഗോവിന്ദൻ സമ്മതിച്ചു. നല്ലപോലെ തോറ്റിട്ട് ജയിച്ചു എന്നുള്ള കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. ഒരു അന്തസ്സുണ്ട്. മോദിക്കെതിരായ വോട്ടാണ് ജനം UDF ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സർക്കാരിനെതിരെ വന്ന വിമർശനങ്ങളെ പ്രതിരോധിച്ചത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. എന്നാൽ പെരിന്തൽമണ്ണയിൽ നടന്ന സെമിനാറിൽ എം വി ഗോവിന്ദൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല. മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടായിട്ടില്ല. അധ്യാപകർക്കുള്ള പൂർണ്ണമായി കൊടുത്തിട്ടില്ല. പെൻഷൻകാർക്കുള്ള ഗഡു കൊടുത്തിട്ടില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ന്യായവാദങ്ങൾ പാർട്ടിയിലുള്ളവർക്കും ദഹിച്ചിട്ടില്ലെന്ന് സ്പഷ്ടം. തീർന്നില്ല, രണ്ടാം പിണറായി സർക്കാർ മുൻഗണന നിശ്ചയിച്ചതിൽ പോരായ്മയുണ്ടായെന്നും CPM സംസ്ഥാന സെക്രട്ടറി പരോക്ഷമായി വിമർശിച്ചു. ഇനിയും സഹായിച്ചു ഉപദ്രവിക്കല്ലേ വേലായുധ, ഒരു വയസ്സന്റെ അപേക്ഷ. രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴുണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളുണ്ട്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? CP സംസ്ഥാന സെക്രട്ടറിയും ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് പറയാൻ മടിച്ചില്ല. സംസ്ഥാന ഗവൺമെന്റിനെ പറ്റി ജനങ്ങൾക്കുള്ള ഒരു അഭിപ്രായം കൂടി പറയാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്.